ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മലര് ചന്ദ്രികയോടും സിദ്ധുവിനോടും പറയാണ് അവൾക്ക് അവരുടെ രണ്ടുപേരുടെയും അതായത് അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഇടയിലായിട്ട് കിടന്നിട്ട് വേണം ഇന്ന് ഉറങ്ങാനെന്ന്. അത് കേട്ടപ്പോൾ സിദ്ധുവും ചന്ദ്രിക ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഒന്നാമത് അവരുടെ വിവാഹം നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അതൊന്നും കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കില്ല. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ശരി നീ ആദ്യം പാല് കുടിക്ക്, അതിനുശേഷം സംസാരിക്കാം. ആ സമയത്ത് സിദ്ധാർത്ഥിനോട് അവൾ പറയാണ്, എന്താ സർ, കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ സിദ്ധു പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, വിഷമത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ വിഷമത്തിലല്ല ഉള്ളത്. കാരണം മലൻ എന്നെ അച്ചാന്ന് വിളിച്ച കാര്യം എനിക്ക് എങ്ങനെയാണ് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എന്നറിയില്ല. മലർ അതൊന്നും ശ്രദ്ധിക്കാതെ പാല് കുടിക്കുകയാണ്. ഞാനിപ്പോൾ വല്ലാത്ത സന്തോഷത്തിലാണ് ചന്ദ്രിക. മലര് ഇത്ര പെട്ടെന്ന് സാറിനെ അച്ഛ എന്ന് വിളിക്കുമെന്ന് ഞാനും ഒരിക്കലും കരുതിയിരുന്നില്ല. എനിക്കും വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. മലര് പാല് കുടിച്ചിട്ട് ഗ്ലാസ് കൊണ്ടുവെക്കാൻ പോയപ്പോഴാണ് അവൾ കൊടുത്ത ഗിഫ്റ്റ് അവർ തുറന്നു നോക്കിയിട്ടില്ല എന്ന് കാണുന്നത്. അപ്പം അത് എടുത്തു കൊണ്ടുവന്നിട്ട് സിധുവിന് കൊടുത്തിട്ട് പറയാണ്, ഞാൻ തന്ന ഗിഫ്റ്റ് നിങ്ങൾ രണ്ടുപേരും തുറന്നു നോക്കിയില്ലേ? അപ്പോൾ അവർ പരസ്പരം നോക്കിയിട്ട് മലറിനോട് പറയുന്നുണ്ട്, ഇപ്പം വേണ്ട മലർ, പിന്നീട് നോക്കാം. പറ്റില്ല, ഇപ്പം തന്നെ നോക്കണം. അമ്മയും വന്ന് അച്ഛൻ്റെ അടുത്തിരിക്കമ്മ. അത് കേട്ടപ്പോൾ ചന്ദ്രിക മലറിനെയും സിദ്ധുവിനെയും മാറി മാറി നോക്കുവാണ്. വാ അമ്മ. അങ്ങനെ മലറിൻ്റെ നിർബന്ധത്തിൽ ചന്ദ്രിക അവിടെ ഇരിക്കുകയാണ്. സിദ്ധാർത്ഥാണ് ആ ഒരു ഗിഫ്റ്റ് തുറന്നു നോക്കുന്നത്. പക്ഷേ സിദ്ധാർത്ഥ ആ ഗിഫ്റ്റ് തുറന്നപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും മനോഹരമായൊരു ശില്പമായിരുന്നു അത്. ഒരു പെണ്ണും ചെക്കനും കല്യാണം കഴിഞ്ഞ ഭർത്താവും ഭാര്യയായിട്ട് നിൽക്കുന്നു, അവർക്കടുത്തൊരു കുഞ്ഞു കുട്ടി നിൽക്കുന്നു. അതായത് മലരും അതുപോലെ ചന്ദ്രികയും സിദ്ധുവും ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു ശില്പം പോലുള്ളൊരു ഇതായിരുന്നു അത് ഗിഫ്റ്റ്. അത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് നിറയാണ്. അവൻ ചന്ദ്രയ്ക്കും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കും അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. മലർ, ഈ ഗിഫ്റ്റ് നല്ല ഭംഗിയുണ്ടടാ, താങ്ക് യു, സിദ്ധു പറയാണ്. അപ്പോൾ മലരാണെങ്കിൽ നിറഞ്ഞ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ടായിരുന്നു. അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ചന്ദ്രികയും മലറിനോട് താങ്ക്സ് പറയാണ്. രണ്ടുപേരും ചേർന്ന് ഒന്നിച്ച് മലറിൻ്റെ രണ്ട് കവിളിലും ഉമ്മ വെക്കുകയാണ്. മലർ തിരിച്ചും രണ്ടുപേർക്കും ഓരോ ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നാ ഈ ഗിഫ്റ്റ് അവിടെ കൊണ്ടുവെക്ക് എന്ന് പറഞ്ഞ് സിദ്ധു കൊടുത്തപ്പോൾ മലർ തന്നെയാണ് അവിടെ വെക്കുന്നത്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയിട്ട് കഥക് ലോക്ക് ചെയ്യാണ്. ഏയ്, എന്തിനാടാ കഥകടച്ചത്? അപ്പം മലർ അവരോട് പറയാണ്, ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ തന്നെ രണ്ടുപേരും ഞെട്ടിയിട്ട് ചാടി എഴുന്നേൽക്കാണ്. എന്ത്, രണ്ടുപേർക്കൊപ്പമോ? രണ്ടുപേരും ചാടി എഴുന്നേറ്റ് കണ്ടപ്പോൾ മലര് ചോദിക്കുകയാണ്, അതിനെന്താ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ ഭയന്നിട്ട് പേടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത്? വാ ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് മലര് കിടക്കയുടെ നടുവ് കയറി കിടക്കുകയാണ്. അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക ഇപ്പം എന്താ ചെയ്യുക? അതാ സാർ എനിക്കും മനസ്സിലാവാത്തത്. വാ രണ്ടുപേരും എൻ്റെ ഒപ്പം കിടക്കാൻ മലര് വിളിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു അവളോട് ശബ്ദം താഴ്ത്തി പറയാണ്, ചന്ദ്രിക ഒരു കാര്യം ചെയ്യാം, മലര് ഉറങ്ങുന്നത് വരെ നീ എൻ്റെ കൂടെ ഇവിടെ കിടക്ക്, അതിനുശേഷം നീ എഴുന്നേറ്റ് പോയിക്കോളൂ. ശരി സർ. എന്താ രണ്ടുപേരും ഇങ്ങനെ സ്വകാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ലടാ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചിവിടെ തന്നെ കിടക്കാം. ഏയ് സന്തോഷായേ എന്ന് പറഞ്ഞ് മലര് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ട് മലറിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കിടക്കുന്നുണ്ട്. വാ കിടക്ക് മലർ. മലരിൻ്റെ വലതും ഇടതുമായിട്ടാണ് സിദ്ധുവും ചന്ദ്രികയും കിടക്കുന്നത്. അപ്പോൾ മലര് സിദ്ധുവിനോട് പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ ഈ കൈയുടെ ഞൊട്ട പൊട്ടിച്ചു തരാമോ എന്നിട്ട് പറഞ്ഞിട്ട് വിരൽ കൊടുക്കുവാണ്, വലത് കൈ. അപ്പോൾ സിദ്ധു ശരിടാ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്യുന്നുണ്ട്. ചന്ദ്രികയാണെങ്കിൽ അവളോടുള്ള ആ ഒരു കെയർ കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ്. അമ്മ ഈ കൈൻ്റെതും ആക്കിത്താ എന്ന് പറഞ്ഞിട്ട് ഇടത് കൈ ചന്ദ്രികയ്ക്കും കൊടുക്കുകയാണ്. ചന്ദ്രികയും മലറിൻ്റെ കൈ എടുത്തിട്ട് ഞൊട്ട പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മലരാണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, അമ്മ ഇനി ദിവസവും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വേണം കിടക്കാൻ. ശരി, ഇപ്പം നീ ഉറങ്ങ് മലരോട് പറയാണ്. മലര് തിരിഞ്ഞ് സിദ്ധാർത്ഥിൻ്റെ ഭാഗത്ത് ചെരിഞ്ഞ് കിടന്നിട്ട് ഉറങ്ങുവാണ്. സിദ്ധാർത്ഥും ചന്ദ്രികയും രണ്ടുപേരും അവളെ ചേർന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയും രണ്ടുപേരും മലര് ഉറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കൈ മലറിൻ്റെ ശരീരത്തിൽ തൊട്ടടുത്താണെങ്കിലും അവർ പരസ്പരം ടച്ച് ചെയ്യാത്ത രീതിയിലാണ് വെക്കുന്നത്. രണ്ടുപേരും മലരെ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. മലർ ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ ചന്ദ്രിക മെല്ലെ എഴുന്നേൽക്കുകയാണ്. സിദ്ധുവും പറയുന്നുണ്ട്, അവൾ ഉറങ്ങി. അപ്പോൾ മലര് കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കാതെ ചന്ദ്രിക അവിടെ നിന്ന് പോവുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ മലറിനെ കുറച്ചുകൂടി അടുത്തായി കിടത്തിയിട്ട് അവനും അവിടെ കിടന്നുറങ്ങുവാണ്. സിധു വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ഉറങ്ങുന്നുണ്ടായിരുന്നത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചന്ദ്രിക ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ
ഈ കല്യാണം നല്ല രീതിക്ക് ദൈവം നടത്തി തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മേഘ വന്ന് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി അഴിച്ചെടുത്തു കൊണ്ടുപോയി. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് എൻ്റെ കുടുംബം മുഴുവൻ വേദനയിലാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്നൊരു പരിഹാരം ദൈവം തന്നെ ഉണ്ടാക്കി തരണം. എൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം മാറ്റിത്തരണം. പഴയതുപോലെ എൻ്റെ കുടുംബം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവണം. ചന്ദ്രിക തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഇരുന്നിട്ട് ഗീത മാല കെട്ടുന്നുണ്ടായിരുന്നു. ചന്ദ്രികയെ അവളാണ് ആദ്യം കാണുന്നത്. ചന്ദ്രിക, പെട്ടെന്ന് ഗീത വിളിച്ചപ്പോൾ ചന്ദ്രിക ഏതോ ഒരു ലോകത്ത് നിന്ന് ഉണർന്ന പോലെയാണ് അവളെ നോക്കുന്നത്. സുഖാണോ ചന്ദ്രിക? സുഖം തന്നെ. ചന്ദ്രിക ആർക്കോ വേണ്ടി പറയാണ്. അന്ന് നിങ്ങളുടെ കല്യാണ ദിവസം മേഘ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരും കരുതിയില്ല. ഗീത പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്രിക ഒന്നും പറയാതെ നിൽക്കുകയാണ്. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു ചന്ദ്രിക. എന്താണോ ജീവിതത്തിൽ നടക്കേണ്ടത് അത് മാത്രമല്ലേ നടക്കൂ. ചന്ദ്രിക തീർത്തും നിരാശയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ചന്ദ്രിക, നിന്നോട് അന്നൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. എന്താ കാര്യം? ചന്ദ്രിക ചോദിക്കുകയാണ്. നിന്റെ കല്യാണത്തിന് അന്നവിടെ മനീഷ് വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ചന്ദ്രിക തന്നെ ഞെട്ടിപ്പോയി. മനീഷോ? ആ സമയത്ത് മനീഷിനെ മഹേഷ് എന്തൊക്കെയോ പറഞ്ഞ് വിരട്ടിയിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടു. അവർക്ക് തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് തന്നെ നിന്നോടിത് പറയണമെന്ന് ഞാൻ കരുതിയതാണ്, പക്ഷേ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണല്ലോ അവിടെ നടന്നിട്ടുണ്ടായത്. അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല. അത് കേട്ടപ്പോൾ ചന്ദ്രിക ആകെ അതിശയത്തോടെ ചോദിക്കുകയാണ്. എന്താ ഗീത നീ പറഞ്ഞത്? എൻ്റെ കല്യാണത്തിന് അന്നവിടെ മനീഷ് വന്നിട്ടുണ്ടായിരുന്നെന്നോ? അതെ ചന്ദ്രിക, ഞാനന്ന് അവിടെ വെച്ച് മനീഷിനെ കണ്ടതാണ്. മഹേഷ് ആണെങ്കിൽ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതും അവർ തമ്മിൽ എന്തോ പ്രശ്നമുള്ളത് പോലെയാണ് തോന്നിയത്. മനീഷിനെ ബോധമില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്തോ മഹേഷ് അവനെ തട്ടിക്കൊണ്ട് പോകുന്നത് പോലെ. അവർക്ക് തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോഴേക്കും ഗീതയുടെ ഫോണിൽ അവളുടെ അമ്മ വിളിക്കുകയാണ്. ശരി, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഗീത ചന്ദ്രികയോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഗീത പോയതിന് ശേഷവും ചന്ദ്രിക അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനീഷ് UK-യിലാണെന്നാണല്ലോ കേട്ടത്. അവനെപ്പോഴാണ് ഇന്ത്യയിലേക്ക് വന്നത്? വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സിദ്ധു സാറുമായിട്ട് സംസാരിക്കേണ്ടതാണല്ലോ. എന്തുകൊണ്ടായിരിക്കും സിദ്ധു സാറുമായിട്ട് സംസാരിക്കാനിരുന്നത്? മഹേഷ് എന്തിനാ മനീഷിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക? ശരി, ഇതിനെക്കുറിച്ച് മനീഷിനോട് തന്നെ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ഫോൺ എടുത്തിട്ട് മനീഷിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. പക്ഷേ മനീഷിൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്പർ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടാവുക? ചന്ദ്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് സിദ്ധു സാറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ചന്ദ്രിക മലറിന് ഭക്ഷണം വാരിക്കൊടുക്കുവാണ്. പക്ഷെ അവൾ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു. അവളുടെ മനസ്സ് നിറയെ ഗീത പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. സത്യമായിട്ടും നമ്മുടെ കല്യാണത്തിന് മനീഷ് വന്നിട്ടുണ്ടാവുമോ? പക്ഷേ മഹേഷ് എന്തിനായിരിക്കും അവനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക? ഇതൊക്കെ ഗീതയുടെ സംശയങ്ങൾ മാത്രമായിരിക്കുമോ? ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും അതിലൊന്നും അല്ല അമ്മ ശ്രദ്ധിക്കുന്നത് എന്ന് മലറിന് മനസ്സിലായി. അമ്മ, എന്താ അമ്മ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? മലര് ചോദിക്കുകയാണ്. ഒന്നുമില്ലടാ, നീ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുട്ടിക്ക് വാരി കൊടുക്കുകയാണ്. അമ്മ മതിയമ്മ, മലര് പറയുന്നുണ്ട്. കുറച്ചുകൂടി കഴിക്കടാ. ഇല്ലമ്മ, വയറ് ഫുള്ളായി, എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് മലര് എഴുന്നേറ്റ് പോവാണ്. ആ സമയത്താണ് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നത്. സിദ്ധു സാറിനോട് എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ഗീതയെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരി, അതിനെന്താ? നമ്മുടെ കല്യാണ ദിവസം അന്ന് മനീഷ് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധു ആകെ ഒന്ന് അതിശയിച്ചു പോയി. മനീഷോ? ചന്ദ്രിക, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ സർ, അന്ന് അവിടെ മനീഷ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ച് മനീഷും മഹേഷും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മനീഷിനെ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്തിട്ട് മഹേഷ് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു. അത് ഗീത അവളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. മഹേഷ് എന്തിനാ മനീഷിനെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ കൂട്ടിക്കൊണ്ടു പോവേണ്ട കാര്യം? എന്തോ എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. സിദ്ധാർത്ഥ് വീണ്ടും പറയുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഗീത എന്തിനാ കള്ളം പറയുന്നത് സർ? അതും ശരിയാണ്. പക്ഷേ മനീഷ് എന്തിനായിരിക്കും ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടാവുക? അവൻ UK-യിലല്ലേ ഉള്ളത്. ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മനീഷിനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് ഗീത തറപ്പിച്ച് പറയുവാണ്. സിദ്ധുവിനും കേട്ടപ്പോൾ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എനിക്ക് എന്താ വിശ്വസിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ചന്ദ്രികയും സെയിം അവസ്ഥയിൽ തന്നെയാണുള്ളത്. മഹേഷ് എന്തിനായിരിക്കും മനീഷിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക? ചന്ദ്രിക, ഒരു മിനിറ്റ്, ഞാനൊന്ന് മഹേഷിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ കോൾ ചെയ്യാണ്. മഹേഷ് ആണെങ്കിൽ ഓട്ടോയിൽ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സിദ്ധുവിൻ്റെ കോൾ വരുന്നത്. അയ്യോ, ഇവൻ എന്തിനായിരിക്കും ഇപ്പം എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ ഫോൺ നോക്കി നിൽക്കുകയാണ്.
അപ്പോൾ റിങ് അടിയുന്ന ശബ്ദം കേട്ടപ്പോൾ സിദ്ധു പറയുന്നുണ്ട് ഞാൻ സ്പീക്കറിലിടാം. അങ്ങനെ കോള് കട്ടാവാറായപ്പോഴാണ് മഹേഷ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒന്നും അറിയാത്തതുപോലെയാണ് മഹേഷ് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ. ഹലോ സിദ്ധു സർ, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഞാൻ ഓട്ടോ സ്റ്റാൻഡിലുണ്ട് സർ. ഒന്നുമില്ല മഹേഷ്, ഞാനൊരു സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്താ സർ? ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് മനീഷ് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അത് ഉള്ളതാണോ? അത് കേട്ടതും മഹേഷ് ശരിക്കും ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ ചിന്തിക്കുന്നുണ്ട്, മനീഷ് വന്ന കാര്യം ഇവൻ എങ്ങനെയാവും അറിഞ്ഞിട്ടുണ്ടാവുക. മഹേഷ് ഉത്തരം പറയാൻ വൈകുന്ന ഓരോ നിമിഷവും ചന്ദ്രികയ്ക്ക് അവനോടുള്ള സംശയം കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ കൂളായിട്ടാണ് പിന്നീട് സംസാരിക്കുന്നത്. മനീഷോ? സർ, അയാൾ UK മറ്റോ ആണെന്നല്ലേ സാർ പറഞ്ഞത്. അങ്ങനെയുള്ള അയാൾക്ക് എങ്ങനെയാ കല്യാണ ദിവസം അവിടെ വരാൻ സാധിക്കുക? ശരിയാണ്, അവൻ UK ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ കല്യാണ ദിവസം അവനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. സിദ്ധു വീണ്ടും പറയുന്നത് കേട്ടപ്പോൾ മഹേഷിന് ആകെ ദേഷ്യം കയറുകയാണ്. എന്നിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് നിന്നാണ് സംസാരിക്കുന്നത്. ഇല്ല സർ, വേറെ ആരെങ്കിലും കണ്ടിട്ട് ഒരു പക്ഷേ മനീഷാണെന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കാം നിങ്ങളുടെ കൂട്ടുകാരൻ. പെട്ടെന്ന് മഹേഷ് വീണ്ടും ചോദിക്കുകയാണ്, അല്ല ആരാണ് സാർ പറഞ്ഞത് മനീഷിനെ കണ്ടു എന്നുള്ളത്? ഇല്ല, അത് ചന്ദ്രികയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞതാണ്. അതുമാത്രമല്ല, മനീഷിനെ ഭീഷണിപ്പെടുത്തി നീ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് അവർ കണ്ടു എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മഹേഷ് ശരിക്കും ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സംഭവിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് സിദ്ധുവും ചന്ദ്രികയും അറിഞ്ഞിട്ടുള്ളത് എന്ന് അവന് മനസ്സിലായി. എന്നിട്ടും അവൻ കോൺഫിഡൻസ് കളയാതെയാണ് സംസാരിക്കുന്നത്. സാർ, എന്താ സാർ ഈ പറയുന്നത്? ഞാൻ എന്തിനാ സാർ മനീഷിനെ ഭീഷണിപ്പെടുത്തിയിട്ട് കൂട്ടിക്കൊണ്ടു പോവേണ്ട കാര്യം? വേറെ ആരെങ്കിലും കണ്ടിട്ട് തെറ്റിദ്ധരിച്ചതായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മനീഷ് ഇനിയും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടാവില്ല അല്ലേ? സിദ്ധു വീണ്ടും സംശയം തീർക്കുകയാണ്. ഇല്ല സർ, എനിക്കെന്തായാലും അയാൾ UK നിന്ന് വന്നതായിട്ട് തോന്നുന്നില്ല. ആരോ തെറ്റിദ്ധരിച്ചതായിരിക്കാനാണ് സാധ്യത. ശരി മഹേഷ്, ഞാൻ നിന്നെ പിന്നീട് വിളിച്ചോളാം. ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത്. ശരി സർ എന്ന് പറഞ്ഞിട്ട് മഹേഷും കോള് കട്ട് ചെയ്യാണ്. കോള് കട്ടായെങ്കിലും മഹേഷിൻ്റെ ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയോ ഭാഗ്യത്തിനാണ് സിദ്ധുവിന് സംശയം വരാത്ത രീതിയിൽ സംസാരിച്ച് വെച്ചത്. അതേസമയം സിദ്ധു ചന്ദ്രികയോട് പറയുന്നുണ്ട്, എന്താ ചന്ദ്രിക, നിനക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത്? എനിക്കെന്തോ ഗീത ആള് മാറിയിട്ട് മനീഷിനെ ഭീഷണിപ്പെടുത്തിയിട്ട് മഹേഷ് കൊണ്ടുപോകുന്നതായി കണ്ടതായി തോന്നുന്നതായിരിക്കാം. അല്ലാതെ മനീഷ് UK തന്നെയാണ് ഉള്ളതെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ ചന്ദ്രിക ബാലിശമായിട്ടാണ് സംസാരിക്കുന്നത്. ഇല്ല സർ, മഹേഷ് പറയുന്നതൊക്കെ കള്ളമാണ്. കാരണം ഗീത രണ്ടുപേരെയും ഒരേ സ്ഥലത്താണ് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഒരാളെ അവൾക്ക് തെറ്റിദ്ധരിച്ചതായിട്ട് തോന്നിയതായിരിക്കാം എന്ന് കരുതാം. പക്ഷേ രണ്ടുപേരെയും ഒരേ സമയത്ത് കണ്ടു എന്ന് അവൾ തറപ്പിച്ച് പറയണമെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇല്ല ചന്ദ്രിക, മഹേഷ് കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്രത്തിൽ അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതല്ലേ. ആ നേരത്ത് ഒരുപാട് പേരെ കണ്ടപ്പോൾ ഗീതയ്ക്ക് സംശയം വന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ മനീഷിനെയും മഹേഷിനെയും ആണെന്ന് അവൾക്ക് തോന്നിയിട്ടും ഉണ്ടാവാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും സിദ്ധുവിൻ്റെ ഫോണിൽ അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചതുകൊണ്ട് അവൻ ചന്ദ്രികയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. പക്ഷേ ചന്ദ്രികയ്ക്ക് മഹേഷിന് നല്ല സംശയം ഉണ്ടായിരുന്നു. പിറ്റേന്ന് ചന്ദ്രിക എങ്ങോട്ടേക്കോ പോകാൻ റെഡിയായിട്ട് നിന്നതായിരുന്നു. ആ സമയത്ത് റോഡിൽ വെച്ചിട്ട് അവൾ പെട്ടെന്നൊരു കാഴ്ച കാണുകയാണ്. മഹേഷ് കയ്യിലൊരു ഭക്ഷണത്തിൻ്റെ പാഴ്സൽ കവറും അതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്തിട്ടാണ് വരുന്നത്. അവൻ ബൈക്കിൽ കയറിയ സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബോട്ടിൽ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ മഹേഷ് അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് സാധിക്കായിട്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നീട് ആ ബോട്ടിൽ എടുക്കുന്നത്. എന്നിട്ട് അത് വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അവനവിടെ വണ്ടി നിർത്തിയ സമയത്ത് പിന്നിലായിട്ട് കുറച്ച് ദൂരത്തോട്ടായിട്ട് ചന്ദ്രിക ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, കാരണം ഇത് മനീഷിൻ്റെ വണ്ടിയാണല്ലോ, ഇതെങ്ങനെ മഹേഷിൻ്റെ കയ്യിൽ വന്നു? അതുമാത്രമല്ല, മഹേഷ് ആർക്കോ ഉള്ള ഭക്ഷണമായിട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ മഹേഷിനെ ഇപ്പോൾ പിന്തുടരുവാണെങ്കിൽ എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ മഹേഷിൻ്റെ പിന്നാലെ ഒരു ഡിസ്റ്റൻസിൽ വണ്ടി ഓടിച്ചു പോവുകയാണ്. മഹേഷ് എന്തോ കള്ളം പറയുന്നതായിട്ടും ഒളിക്കുന്നതായിട്ടുമാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചന്ദ്രിക അവൻ്റെ പിന്നാലെ പോയപ്പോൾ ഒരുപാട് ദൂരത്തെത്തിയപ്പോൾ മഹേഷ് ഒരു ഉൾക്കാട് പോലത്തെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ്. ആൾതാമസമില്ലാത്തൊരു കെട്ടിടം പോലെയാണ് അത് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ കുറച്ച് ദൂരത്തോട്ടായിട്ട് ആരും കാണാത്ത രീതിയിൽ വണ്ടി മാറ്റിയിടുന്നുണ്ട്. ഈ ബിൽഡിങ് കണ്ടിട്ട് ഇവിടെ ആരും താമസമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് മഹേഷ് എന്തായിരിക്കും ചെയ്യുന്നത്? ചന്ദ്രിക അവിടെ ഒരു ചെറിയ കാട് പോലത്തെ സ്ഥലത്ത് മറഞ്ഞു നിന്ന് നോക്കുവാണ്. അപ്പോൾ മഹേഷ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാവി എടുത്തിട്ട് ആ ഒരു ലോക്ക് തുറന്നിട്ട് അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അകത്ത് പോയതിന് ശേഷം വണ്ടി അകത്ത് കൊണ്ടുവച്ചിട്ട് അവൻ വീണ്ടും വന്നിട്ട് ആ ലോക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ബൈക്കും കൊണ്ടിട്ട് അകത്തേക്ക് പോവുകയാണ്. ആ സമയത്തൊക്കെ മഹേഷ് ഇങ്ങനെ ചുറ്റിലും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കള്ളൻ്റെ പതർച്ചയോടുകൂടി. അങ്ങനെ വണ്ടി എടുത്തിട്ട് അവൻ അകത്തേക്ക് കുറച്ചുകൂടി ദൂരത്തേക്ക് പോയി. ആ സ്ഥലത്ത് അവൻ്റെ ഓട്ടോയും ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, ഈ സ്ഥലത്ത് മഹേഷ് ആർക്കുള്ള ഭക്ഷണമായിട്ട് വന്നതായിരിക്കും?
കുറച്ചു നേരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ മഹേഷ് തിരിച്ചു പോവും. അതിനുശേഷം അകത്ത് ആരാ ഉള്ളതെന്ന് എന്തായാലും ഇന്ന് കണ്ടുപിടിക്കണം. ചന്ദ്രിക രണ്ടും കൽപ്പിച്ച് അവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ പതർച്ചയോടെ ചുറ്റിലും നോക്കിക്കൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. അവൻ്റെ കയ്യിൽ ആ ഒരു ഭക്ഷണപ്പൊതിയും വെള്ളം ഉണ്ടായിരുന്നു. അവൻ അകത്ത് വന്ന സമയത്ത് മനീഷ് അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. അവൻ്റെ കൈകളും കാലുകളും ഒക്കെ ആയിട്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. മഹേഷ് ആദ്യം അവന് ജീവനുണ്ടോയെന്ന് നോക്കി ഉറപ്പ് വരുത്തി. ജീവനുണ്ടെന്ന് മനസ്സിലായതിനു ശേഷം അവൻ്റെ ചവിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എഴുന്നേക്കടാ എഴുന്നേക്ക്. പക്ഷേ മനീഷ എഴുന്നേക്കാൻ പറ്റിയ പരുവത്തിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് മഹേഷ് തന്നെ അവനെ പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് കൊണ്ടുവന്ന് ഭക്ഷണം കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇതാടാ നിനക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, പട്ടിണി കിടന്ന് ചാവണ്ട, ഇന്നാ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ പൊന്തിച്ചിരുത്തിയിട്ട് അവൻ്റെ രണ്ട് കൈകളും കൂട്ടിക്കെട്ടിയതിൽ നിന്ന് ഒരു കെട്ടഴിച്ചിട്ട് വേറൊരു അവിടെ കാണുന്ന ഒരു ഫ്രിഡ്ജിനോട് കെട്ടുകയാണ്. എന്നിട്ട് ഭക്ഷണം അവൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നാ പട്ടിണി കിടന്ന് മരിക്കാതെ തിന്നാൻ നോക്ക്. അപ്പോഴും മനീഷ് പറയുന്നുണ്ട്, എടാ മഹേഷേ, എന്തിനാടാ നീ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, എന്നെ അഴിച്ചു വിടടാ. അത് കേട്ടപ്പോൾ മഹേഷ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ അഴിച്ചു വിടണമെങ്കിൽ ചന്ദ്രിക എൻ്റെ സ്വന്തം ആവണം. ചന്ദ്രിക വീണ്ടും എൻ്റെ ഭാര്യയാകുന്ന ദിവസമായിരിക്കും നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത്. ഡാ, ഞാൻ വീണ്ടും പറയാണ്, ഒരുപാട് കാലം സത്യം മറച്ചു വെക്കാൻ പറ്റില്ല. മനീഷ് പറയുന്നുണ്ട്, ഒരു ദിവസം തീർച്ചയായിട്ടും നീ സിദ്ധു സാറിൻ്റെ കയ്യിൽ അകപ്പെടും. അന്ന് നിൻ്റെ അവസാനമായിരിക്കും. മിണ്ടാതെ നിൽക്കടാ. നിൻ്റെ സിദ്ധു സാർ എന്താ അത്രയും വലിയ ആളാണോ? നിൻ്റെ സിദ്ധു സാർ വന്ന് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ പേടിച്ച് വിറക്കാനല്ലേ പോകുന്നത്. നീ ഒരു കാര്യം മനസ്സിലായിക്കോ, ഞാൻ ഒരുപാട് നാട്ടിലെ വെള്ളം കുടിച്ചവനാ. എവിടെ വീണാലും ഞാൻ 4 കാലിലേ വീഴുള്ളൂ. നിൻ്റെ സിദ്ധു സാറിൻ്റെ അഹങ്കാരവും വീറും വാശിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. മര്യാദയ്ക്ക് വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ നോക്ക്. വീണ്ടും മനീഷിനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മഹേഷ് പറയാണ്. അവസാനം മനീഷ് അവിടെ ഉണ്ടായിരുന്ന അവൻ കൊണ്ടുവന്നിട്ടുള്ള കറി എടുത്തിട്ട് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. പ്രതീക്ഷിക്കാതെ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് തന്നെ മഹേഷിൻ്റെ കണ്ണൊക്കെ നീറുന്നുണ്ടായിരുന്നു. കാരണം ആ കവറ് പൊട്ടിയിട്ടാണ് അവൻ്റെ ദേഹത്തേക്ക് വീണിട്ടുണ്ടായിരുന്നത്. ആ ദേഷ്യത്തിന് അവൻ മനീഷിനെ പൊതിരെ ചവിട്ടിക്കൂട്ടുവാണ്. മനീഷ് ബോധം കെട്ടിട്ട് അവിടെ തന്നെ വീണ്ടും വീഴുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.